ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ചാപ്റ്ററാണ്. CA കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസിലെ കമ്പനി ലോ ഏരിയയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. PAS എന്ന് പറയും, പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയും. പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അഗെയിൻ വെയിറ്റേജ് ഉള്ളതാണ്. ഒരു 6 മാർക്ക് വരെ അല്ലെങ്കിൽ 6% വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അത് കുറച്ച് നല്ല പഠിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പഠിക്കേണ്ട ഏരിയാസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയ ആണ് ഈ പറഞ്ഞ പബ്ലിക് ഓഫറും പ്രൈവറ്റ് പ്ലേസ്മെന്റും. അതിൽ പ്രത്യേകിച്ച് പ്രൈവറ്റ് പ്ലേസ്മെന്റ് നല്ല രീതിയിൽ പഠിക്കുക. അതിൻ്റെ അകത്ത് പ്രൈവറ്റ് പ്ലേസ്മെന്റിന് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്, പബ്ലിക് സ്റ്റേറ്റ്മെന്റ്, പബ്ലിക് അനൗൺസ്മെന്റ് പോലത്തെ കാര്യങ്ങൾ, പബ്ലിക് ഓഫറിൽ പബ്ലിക് അനൗൺസ്മെന്റ്, പ്രോസ്പെക്ടസ് ബന്ധപ്പെട്ട കാര്യങ്ങളും, പ്രൈവറ്റ് പ്ലേസ്മെന്റിൽ അതിനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാറുണ്ട്, അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്താണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ, പബ്ലിക് ഓഫർ പ്രൈവറ്റ് പ്ലേസ്മെന്റ് വ്യത്യാസം എന്താണ്? പബ്ലിക് ഓഫർ എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് മൊത്തമായിട്ട് ഒരു പബ്ലിക് ഇഷ്യൂ നടത്തുന്നതിനെയാണ് നമ്മൾ പബ്ലിക് ഓഫർ എന്നും. എന്നാൽ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള 200 താഴെയുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള നമ്പർ, സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം നടത്തുന്ന ഇഷ്യൂവിനെയാണ് നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ പബ്ലിക് ഓഫർ അല്ലെങ്കിൽ പബ്ലിക് അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മൊത്തമായിട്ടും. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ആ ഷെയർ എന്താണ്? ആ ഷെയർ വളരെ കുറച്ച് പേർക്ക് മാത്രം, വളരെ കുറച്ച് വെച്ച് സെലക്റ്റഡ് ആയിട്ട് ഓൾറെഡി സെലക്ട് ചെയ്തിരിക്കുന്ന ഇൻഡിവിജ്വൽസിന് മാത്രം കൊടുക്കുന്ന പബ്ലിക് ഇഷ്യൂ, നടത്തുന്ന ഇഷ്യൂവിനെയാണ് നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. പബ്ലിക് ഓഫറിന് കൊടുക്കുന്ന എന്താണ്? ഡോക്യുമെന്റ് ആണ്, അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കുന്ന ഡോക്യുമെന്റ്. ജനങ്ങളിൽ നിന്നും ഈ കമ്പനിയെ കുറിച്ചുള്ള ഈ ജനങ്ങൾക്ക് വേണ്ടി ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. പ്രോസ്പെക്ടസ് യൂസ്ഡ് ഫോർ പബ്ലിക് ഇഷ്യൂ അല്ലെ. പ്രോസ്പെക്ടസ് പല ടൈപ്പ് ഉണ്ട്. എന്താണ്? RHP, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്, ഷെൽഫ് പ്രോസ്പെക്ടസ്, അത് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകം ഡിസ്കസ് ചെയ്യാം. പക്ഷെ എങ്കിലും സമയക്കുറവ് കാരണം അല്ലേ, നമ്മുടെ ഒരു വീഡിയോയുടെ ഒരു ലിമിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സ്പെസിഫിക് ആയിട്ടിരിക്കാൻ വേണ്ടി അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ലെങ്കിലും, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് വെച്ചാൽ ഏത് സമയത്താണ് ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂ, ഷെയർ ബുക്ക് ബിൽഡിംഗ് വഴി ഇഷ്യൂ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് യൂസ് ചെയ്യുന്നത്. ആ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ എന്താണ്? ഒരു ഷെയറിന്റെ വില എത്രയാണെന്ന് കാണത്തില്ല, പെർ ഷെയറിന്റെ വില കാണത്തില്ല. അതുകൊണ്ടാണ് ആ പ്രോസ്പെക്ടസിൽ ഹെറിംഗ് എന്ന് യൂസ് ചെയ്യുന്നത്. ഹെറിംഗ് എന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റ്. റെഡ് എന്ന് പറയാൻ കാര്യം, ആ പ്രോസ്പെക്ടസിന്റെ ഫ്രണ്ട് ഷീറ്റ് വൈറ്റ് കളറിൽ ബ്രാക്കറ്റിൽ ചോപ്പിൽ നമ്മൾ റെഡ് എന്ന് എഴുതണം. അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ചോപ്പ് കളറിൽ നമ്മൾ റെഡ് എന്ന് എഴുതണം, അലർട്ടിന് വേണ്ടി. അതുകൊണ്ടാണ് ആ പ്രോസ്പെക്ടസിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. ഹെറിംഗ് എന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റ്, റെഡ് എന്ന് വെച്ചാൽ അലർട്ട്. കാരണം എന്താണ്? എന്തിനാണ് അലർട്ട് ചെയ്യുന്നത്? അതിനിപ്പോഴും ഷെയറിന്റെ വാല്യൂ, ഒരു ഷെയറിന്റെ വാല്യൂ ഇപ്പോഴും ഫിക്സ് ചെയ്തിട്ടില്ല. അത് ബുക്ക് ബിൽഡിംഗ് കഴിഞ്ഞ ശേഷം മാത്രമേ ഫിക്സ് ചെയ്യത്തുള്ളൂ. അതാണ് പ്രോസ്പെക്ടസിൽ ഒരെണ്ണം RHP. അടുത്ത് പറയുന്നത് ഷെൽഫ് പ്രോസ്പെക്ടസ് ആണ്. ധനകാര്യ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും മാത്രം ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസ്പെക്ടസിന്റെ പേരാണ് ഷെൽഫ് പ്രോസ്പെക്ടസ്. അതിനൊരു വാലിഡിറ്റി ഉണ്ട്, 1 വർഷം. അപ്പോൾ 1 വർഷത്തിന്റെ അകത്ത് വീണ്ടും പബ്ലിക് ഇഷ്യൂ വന്നാൽ വീണ്ടും ഒരു പ്രോസ്പെക്ടസിന്റെ ആവശ്യമില്ല. കാരണം ഒരിക്കൽ ഇഷ്യൂ ചെയ്ത പ്രോസ്പെക്ടസിന് 1 ഇയർ വാലിഡിറ്റി ഉള്ളതുകൊണ്ട് ആ 1 വർഷത്തിന്റെ അകത്ത് വീണ്ടും പബ്ലിക് ഇഷ്യൂ നടത്തി കഴിഞ്ഞാൽ വേറെ ഒരു പ്രോസ്പെക്ടസിനും കിട്ടത്തില്ല അന്ന് പറയുന്നതുകൊണ്ടാണ് ആ പ്രോസ്പെക്ടസ് ആദ്യം കിട്ടുമ്പോൾ അതിനെ കളയരുത്, അതിന് ഷെൽഫിൽ വെച്ചേക്കണം. അതുകൊണ്ടാണ് ആ പ്രോസ്പെക്ടസിന് എന്തെന്ന് പറയാൻ കാര്യം? ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറയാൻ കാര്യം. പിന്നെ ഉള്ളത് അബ്രിഡ്ജ് പ്രോസ്പെക്ടസ് ആണ്. പ്രോസ്പെക്ടസ് വളരെ വോളിയമുള്ള ഡോക്യുമെന്റാണ്, 300-400 പേജ് വരുന്ന ഡോക്യുമെന്റാണ്. അതിന്റെ അബ്രിഡ്ജ് ഷോർട്ട് വെർഷൻ, ഒരു 20-30 പേജ് വരുന്ന ഷോർട്ട് വെർഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അബ്രിഡ്ജ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ ഇവിടെ പഠിക്കേണ്ടത്, മെയിനായിട്ട് പഠിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് പ്രൈവറ്റ് പ്ലേസ്മെന്റും, അടുത്ത് പ്രോസ്പെക്ടസും. പ്രത്യേകിച്ച് പ്രോസ്പെക്ടസിന്റെ പല ടൈപ്പുകൾ, പ്രോസ്പെക്ടസ് എപ്പം വേണ്ട എപ്പം വേണം, പ്രോസ്പെക്ടസിന്റെ പ്രിലിമിനറി കണ്ടന്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കണം. എസ്പെഷ്യലി വെൻ പ്രോസ്പെക്ടസ് ഈസ് നോട്ട് റിക്വയർഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ റൈറ്റ്സ് ഇഷ്യൂ അല്ലെ, റൈറ്റ്സ് ഇഷ്യൂ ഒന്നുകൂടി ഇഷ്യൂന്ന് വരുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ പുതിയ പ്രോസ്പെക്ടസ് വേണ്ട, അതൊക്കെ നോക്കണം. പിന്നെ അവിടെ വേണ്ടത്, അടുത്ത് പഠിക്കേണ്ടത് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ്. ഞാൻ വീണ്ടും പറയുന്നു, മാർക്ക് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്, മറ്റുള്ള കാര്യങ്ങൾ വായിച്ചു വിട്ടാൽ. അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ജസ്റ്റ് വായിക്കണം. അതിൽ PAS 3 ഒരു ഫോമൊക്കെ ഉണ്ട്, ഫോമൊക്കെ നോക്കണം. അലോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത്ര ദിവസത്തിനകത്ത് നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഡിമാറ്റിലാണെങ്കിൽ ഡിമാറ്റ്, അത് അലോട്ട് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ഓഫ് കമ്പനീസ് ഇത്ര ദിവസത്തിനകത്ത് അതിനെ റിട്ടേൺ വഴി നമ്മൾ അറിയിക്കണം. അതിന്റെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഏരിയയാണ് മിസ്സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോസ്പെക്ടസ്. അതിൻ്റെ അകത്ത് പെനാൽറ്റി പറയുന്നുണ്ട്, സിവിൽ പെനാൽറ്റിയും ക്രിമിനൽ പെനാൽറ്റിയും. അതിൽ ഡയറക്ടേഴ്സിന്റെയും എക്സ്പേർട്സിന്റെയും ലയബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ലയബിലിറ്റി ഇമ്പോർട്ടൻ്റിനെക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലയബിലിറ്റി ഒപ്പം ഇല്ല എന്നുള്ളത്. അത് എന്റെ അറിവോടുകൂടിയല്ല പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എങ്കിൽ ഞാൻ ലയബിൾ അല്ല. ഞാൻ അറിഞ്ഞുകൊണ്ടാണ് എന്നെ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, പക്ഷെ അതിലൊരു തെറ്റുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിനെ ബ്ലോക്ക് ചെയ്തു. ഇങ്ങനെ എപ്പോ വെൻ ഡയറക്ടേഴ്സ് ആൻഡ് എക്സ്പേർട്സ് ആർ നോട്ട് ലയബിൾ ഫോർ മിസ്സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോസ്പെക്ടസ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ഏരിയ യു ഹാവ് ടു ലുക്ക്. പിന്നെ ഉള്ളത് പനിഷ്മെന്റ് ഫോർ ഫ്രോഡ്. അവിടെ ജസ്റ്റ് നോക്കി വയ്ക്കുക, അതിൻ്റെ അകത്ത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലും പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഇൻവിറ്റേഷൻ. ഇപ്പൊ ചുരുക്കി പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്, പക്ഷേ കൺസെപ്ച്വലി ഫണ്ടമെന്റലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കേണ്ട ചാപ്റ്റർ ആണ്. പബ്ലിക് ഇഷ്യൂ ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നുകൂടി പറയാം. ഒന്ന് മെയിനായിട്ട് പഠിക്കേണ്ടത് പബ്ലിക് ഓഫറും പ്രൈവറ്റ് പ്ലേസ്മെന്റ് വ്യത്യാസം. അതിൽ പ്രത്യേകിച്ച് പ്രൈവറ്റ് പ്ലേസ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 42 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
പ്രോസ്പെക്ടസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പല ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് ഉണ്ട്, അതിനെക്കുറിച്ച് പഠിക്കുക. അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഏരിയ, ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസ്. എന്താണ് മിസ്സ്റ്റേറ്റ്മെന്റ്? മിസ്സ്റ്റേറ്റ്മെന്റ് ലയബിലിറ്റി, സിവിൽ ലയബിലിറ്റി, ക്രിമിനൽ ലയബിലിറ്റി. എപ്പോൾ ഡയറക്ടറും പ്രൊമോട്ടേഴ്സും എക്സ്പേർട്സും ലയബിൾ ആവത്തില്ല എന്നുള്ള ഏരിയ വളരെ നല്ല ഏരിയ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. പിന്നെ പനിഷ്മെന്റ്, ഫ്രോഡ് ബന്ധപ്പെട്ട ഏരിയ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടുണ്ടാകും. കമ്പാരിറ്റീവ്ലി ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് ചെയ്യുന്നു, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ചെയ്യുന്നു, അബ്രിഡ്ജ് പ്രോസ്പെക്ടസ്, ഇതുപോലത്തെ ഏരിയാസിന് ഒരു ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു നമുക്ക് എന്താ പറയാ ഒരു ചാപ്റ്ററും കൂടെ കവർ ചെയ്യാം. കാരണം വെച്ചാൽ നമുക്ക് സമയമുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാം. അടുത്ത ചാപ്റ്റർ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചർ ആണ്. ഷെയറും ഡിബെഞ്ചറും ബന്ധപ്പെട്ടുള്ള ഏരിയാസ് ആണ്. നമുക്കറിയാം പ്രോസ്പെക്ടസ് കഴിഞ്ഞാൽ സ്വഭാവ അലോട്ട്മെന്റ്, അപ്പോൾ ഷെയർ ജനിക്കും. അപ്പോൾ അതുകൊണ്ടാണ് തൊട്ടടുത്ത ചാപ്റ്റർ 4 ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചർ. ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യം ഷെയർ ക്യാപിറ്റൽ ടൈപ്സ് ആണ്. അതിൻ്റെ അകത്ത് നല്ല നമ്മൾ ബേസിക്സ് അറിഞ്ഞിരിക്കണം. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, അൺകോൾഡ് ക്യാപിറ്റൽ, അൺഇഷ്യൂഡ് ക്യാപിറ്റൽ, ഇങ്ങനെ എല്ലാ ടൈപ്സിനെ കുറിച്ചും നമ്മൾ എന്തെങ്കിലും പഠിച്ചിരിക്കണം. എസ്പെഷ്യലി പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനെ കുറിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ നല്ല പഠിച്ചിരിക്കണം. ബേസിക് റിക്വയർമെന്റ്സ് നോക്കുക. അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് റൈറ്റ്സ് ആൻഡ് വേരിയേഷൻ ഓഫ് റൈറ്റ്സ്. ഒരു പർട്ടിക്കുലർ ഷെയറിൽ, അതായത് അറിയില്ല, ബേസിക്കലി 2 ടൈപ്പ് ഓഫ് ഷെയർ ആണുള്ളത്, ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്. ഇതിൽ ഇക്വിറ്റി ഷെയർസിന് മാത്രം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ചില റൈറ്റ്സിനെയാണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്സ് എന്നും, പ്രിഫറൻസ് ഷെയർഡേഴ്സിന് മാത്രമുള്ള റൈറ്റ്സിനെയാണ് നമ്മൾ പറയുന്നത് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്സ് എന്നും. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെ റൈറ്റ്സ് എന്നൊക്കെ അറിയാം അല്ലെ? ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡും, അതുപോലെ തന്നെ കമ്പനി നിർത്തുമ്പോൾ തിരിച്ച് ക്യാപിറ്റൽ ആദ്യം കിട്ടാനുള്ള പ്രിഫറൻഷ്യൽ റൈറ്റും. അപ്പൊ അങ്ങനെ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിലെ ഷെയർസിന്റെ റൈറ്റ്സ് മാത്രം വേരി ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വേരിയേഷൻ ഓഫ് റൈറ്റ്സ് എന്നും, അതിന് അവരെ മാത്രം മീറ്റിംഗ് വിളിച്ചു കൂട്ടും, അതിനെ ക്ലാസ് മീറ്റിംഗ്സ് എന്നും നമ്മൾ പറയും. ഇങ്ങനെ ഈ ഏരിയ കമ്പാരിറ്റീവ്ലി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോൾസ് അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഏരിയ അല്ല. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ഉള്ള ഏരിയ ആണ് ഇഷ്യൂ ഓഫ് ഷെയർസ്, പ്രീമിയം ഓർ ഡിസ്കൗണ്ട്. നിങ്ങൾക്ക് അറിയാം 3 ടൈപ്പ് ഓഫ് ഷെയർ ഇഷ്യൂ ഉണ്ട്. 10 രൂപ ഷെയർ 10 രൂപ കൊടുത്താൽ പാറും, 10 രൂപ ഷെയർ 8 രൂപ കൊടുത്താൽ ഡിസ്കൗണ്ടും, 10 രൂപ ഷെയർ 12 രൂപ കൊടുത്താൽ പ്രീമിയം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ അകത്ത് പ്രീമിയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. എസ്പെഷ്യലി പഠിക്കേണ്ടത് പ്രീമിയം കിട്ടിയ പൈസ യൂട്ടിലൈസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് ആക്ട് പറയുന്നത് എന്ന നിലയിൽ പഠിക്കണം. ഷെയർസ് ഇഷ്യൂടെ ഡിസ്കൗണ്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. പുതിയ കമ്പനീസ് ആക്ട് വന്നതിന് ശേഷം ഷെയർസ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ ബന്ധപ്പെട്ട റെസ്ട്രിക്ഷൻസിനെ കുറിച്ചും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രത്യേകം പഠിച്ചിരിക്കണം. അടുത്ത് പറയേണ്ട ഏരിയ ട്രാൻസ്ഫർ ട്രാൻസ്മിഷൻ ആണ്. ട്രാൻസ്ഫറും ട്രാൻസ്മിഷനും വ്യത്യാസം എന്താണ്? ഒരു ഷെയർ ജീവിച്ചിരിക്കുന്ന ഒരാൾ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമ്മൾ ട്രാൻസ്ഫർ എന്നും, ഒരു ഷെയർ അദ്ദേഹം മരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ലീഗൽ ഹയർസിനെ ഓട്ടോമാറ്റിക് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഈസ് ആൻ ആക്ട് ഓഫ് പാർട്ടി, ട്രാൻസ്മിഷൻ ഈസ് ആക്ട് ഓഫ് ലോ. അപ്പൊ അത് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. അതിൽ ഫോം ഫയൽ ചെയ്യുന്നത് പഠിക്കണം. എത്ര ദിവസത്തിനകത്ത് ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. അവസാനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഒരു ക്വസ്റ്റ്യൻ മാൻഡേറ്ററി ആയിട്ട് വരും. അതിൻ്റെ അകത്ത് മെത്തേഡ്സ് ഓഫ് ഓൾട്ടറേഷൻ എങ്ങനെയൊക്കെ ആൾട്ടർ ചെയ്യാം. 10 രൂപയുടെ ഷെയർ 75 രൂപയായിട്ട് കുറയ്ക്കുക അല്ലെ, കോള് ഇനിയുള്ള കോൾ വേണ്ട എന്ന് പറയുക. അത് ഓതറൈസ് ക്യാപിറ്റലും ഇഷ്യൂഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലും നമ്മൾ ഗ്യാപ്പ് കുറയ്ക്കുക. പിന്നെ പേ ചെയ്ത പൈസയെ തന്നെ തിരിച്ചു കൊടുക്കുക, അല്ലെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനെ തന്നെ തിരിച്ചു കൊടുക്കുക. ആ ഏരിയ ബന്ധപ്പെട്ട് നല്ല പഠിക്കണം. എസ്പെഷ്യലി ഇവിടെ പഠിക്കേണ്ട ഏരിയ ആൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഡിഫറെന്റ് മെത്തേഡ്സ്. ഇതിൻ്റെ അകത്ത് പഠിക്കേണ്ട മെയിൻ 2 ഏരിയ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റലും ഡിമിനിഷൻ ഓഫ് ക്യാപിറ്റൽ. മറക്കരുത്, റിഡക്ഷൻ ഓഫ് ക്യാപിറ്റലും ഡിമിനിഷൻ ഓഫ് ക്യാപിറ്റലും. എന്താണ് തമ്മിൽ വ്യത്യാസം? റിഡക്ഷൻ എന്ന് വെച്ചാൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനെ തിരിച്ചു കൊടുക്കുക, പൈസ അടച്ചതിന് തന്നെ തിരിച്ചു കൊടുക്കുക. എന്താണ് ഡിമിനിഷൻ? ഓതറൈസ് ക്യാപിറ്റലും പെയ്ഡ് അപ്പ് ക്യാപിറ്റലും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളെ കമ്പനിയുടെ ഓതറൈസ് ക്യാപിറ്റൽ 10 കോടിയാണ്. ഞാൻ ഇതിൽ 6 കോടി മാത്രം ഇന്ന് വരെ ഇഷ്യൂ ചെയ്തും പേയും ചെയ്തിട്ടുള്ളൂ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പൊ ഈ 4 കോടി വെറുതെ ഇരിക്കുക, അല്ലെ ഈ വെറുതെ ഇരിക്കുന്ന ക്യാപിറ്റലിനെ, അല്ലെ ഇഷ്യൂ ചെയ്യാത്ത ക്യാപിറ്റലിനെ, പേ ചെയ്യാത്ത ക്യാപിറ്റലിനെ, ഇഷ്യൂ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഈ വാക്യൂമിനെ, അത് ഈ 10 കോടിയും 6 കോടിക്കും ഇടയ്ക്കുള്ള ഗ്യാപ്പിനെ കുറയ്ക്കുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിമിനിഷൻ ഓഫ് ക്യാപിറ്റൽ. അത്ര സീരിയസ് അഫയർ അല്ല. അതുകൊണ്ട് തന്നെ അതിന് NCLT ട്രിബ്യൂണലിന്റെ അപ്രൂവലിന്റെ ആവശ്യം ഇല്ല. അപ്പൊ ഓൾട്ടറേഷൻ ഓഫ് ക്യാപിറ്റൽ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു ബൈബാക്ക് ബന്ധപ്പെട്ട ഏരിയാസും കൂടെ കുറച്ച് എന്ത് ചെയ്യുന്ന നോക്കുന്നത് നല്ലതാണ്. അത് എത്രത്തോളം സിലബസിൽ ഇൻവോൾവ് ആണോ അല്ലെങ്കിൽ പോലും റിഡക്ഷൻ ഓഫ് ക്യാപിറ്റലും ഡിമിനിഷൻ ഓഫ് ക്യാപിറ്റലും ഓൾട്ടറേഷൻ ഓഫ് ക്യാപിറ്റലും വരുമ്പോൾ ഒരു കുട്ടി പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ബൈബാക്ക്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബൈബാക്ക് ഉണ്ട്. ബോർഡ് റൂട്ട് വഴി, ഷെയർ ഹോൾഡർ റൂട്ട് വഴി, മേടിച്ച ഷെയർ എന്ത് ചെയ്യണം അല്ലെ, അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ അതിനെ പിന്നെ റീഇഷ്യൂ ചെയ്യാൻ പറ്റുമോ, ഫോർഫിറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ഏരിയാസ് കൂടെ നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ ഈ ചാപ്റ്റർ ഷെയർ ആൻഡ് ഡിബഞ്ചേഴ്സിലെ ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്. നമുക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റും. ചില ഏരിയസ് നല്ല രീതിയിൽ പഠിക്കുക. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഷെയർ ക്യാപിറ്റലിന്റെ ടൈപ്സ് പഠിക്കുക, അതുപോലെ തന്നെ വേരിയേഷൻ ഓഫ് റൈറ്റ്സ് പഠിക്കുക, പിന്നെ
പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുക, ആ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത എമൗണ്ടിന് യൂട്ടിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് പഠിക്കുക, ഷെയർസ് ഇഷ്യൂയുടെ ഡിസ്കൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം പോയിന്റ് പഠിക്കുക, ട്രാൻസ്മിഷൻ പഠിക്കുക, അതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ സാറ് പറയുന്നത് ആൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലാണ്, എസ്പെഷ്യലി അതിന്റെ ഡിമിനിഷനും റിഡക്ഷനും, പിന്നെ ബൈബാക്കും കൂടെ പഠിക്കുക. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റുള്ള വീഡിയോയിൽ നോക്കാം. താങ്ക് യു.